ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല അധ്യായം 10 ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ശ്ലോകം 146 മുതൽ 188 വരെ. ശ്ലോകം 146. ബലഭദ്രഭട്ടാചാര്യ ഭക്തി അധികാരി മധുരാഗമനെ പ്രഭുവരായൻ ഹോ ബ്രഹ്മചാരി. ബലഭദ്രഭട്ടാചാര്യ ഭക്തി അധികാരി മധുരാഗമനെ പ്രഭുവരായന ബ്രഹ്മചാരി. ബലഭദ്രഭട്ടാചാര്യ ഭക്തി അധികാരി മധുരാഗമനെ പ്രഭുവരായൻ ഹോ ബ്രഹ്മചാരി. പ്രഭു ഹരേ കൃഷ്ണ. നീലാംബർ പ്രഭു ഇല്ലേ? പ്രഭു ശരി, ഞാൻ പുസ്തകം ഒരു മിനിറ്റ്, ഞാൻ പുസ്തകത്തില്ല. പുസ്തകം ഉണ്ട്. പേജ് നമ്പർ എത്രയാണ്? എൻ്റെ ഇംഗ്ലീഷാണ്. 267 പ്രഭു, 267. ശ്ലോകം 147 ശ്ലോകം 147. 46. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ബലഭദ്ര ഭട്ടാചാര്യർ ഭക്തി അധികാരി, ഉത്തമനായ ഭക്തൻ, മധുരാഗമനെ മധുരയിൽ പര്യടനം നടത്തുമ്പോൾ പ്രഭുര മഹാപ്രഭുവിന്റെ യേൻഹോ ആര് ബ്രഹ്മചാരിയായി പ്രവർത്തിച്ചു. വിവർത്തനം. ശ്രീല പ്രഭുവാദ് കി ജയ്. 23ാമത്തെ മുഖ്യ സഹായിയും വിശ്വസ്ത ഭക്തനുമായിരുന്ന ബലഭദ്ര ഭട്ടാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ മധുരാ പര്യടന വേളയിൽ അവിടുത്തെ ബ്രഹ്മചാരിയായി ആവർത്തിച്ചു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദ് കി ജയ്. ബലഭദ്ര ഭട്ടാചാര്യൻ ഒരു സന്യാസിയുടെ സ്വകാര്യ സഹായി അഥവാ ബ്രഹ്മചാരിയായി പ്രവർത്തിച്ചു. സന്യാസി പാചകം ചെയ്യാറില്ല. ഒരു സന്യാസി സാധാരണയായി ഏതെങ്കിലും ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഭവനത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുകയും ഇക്കാര്യത്തിൽ ബ്രഹ്മചാരി സഹായിക്കുകയുമാണ് പതിവ്. ഒരു സന്യാസി ആധ്യാത്മിക ഗുരുവായും ബ്രഹ്മചാരി അദ്ദേഹത്തിന്റെ ശിഷ്യനായും കരുതപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു മധുരയിലും വൃന്ദാവനത്തിലും പര്യടനം നടത്തിയപ്പോൾ ബലഭദ്ര ഭട്ടാചാര്യൻ അവിടത്തെ ബ്രഹ്മചാരിയായി പ്രവർത്തിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 147. ബഡാ ഹരിദാസ ആരാ ചോട്ട ഹരിദാസ ദുയി കീർത്തനീയ രഹേ മഹാപ്രഭുരാ പാശാ. बड़ा हरिदास आरा छोटा हरिदास दुई कीर्तनिया रहे महाप्रभुरा पाशा. बड़ा हरिदास आरा छोटा हरिदास दुई कीर्तनिया रहे महाप्रभुरा पाशा. ഹരേ കൃഷ്ണ. ബഡ ഹരിദാസ ആര ചോട്ട ഹരിദാസ ദ്വൈ കീർത്തനീയ രഹേ മഹാപ്രഭുര പാശ. പ്രധാന പദാർത്ഥം. ബഡ ഹരിദാസൻ ആര ചോട്ട ഹരിദാസൻ ദ്വൈ കീർത്തനീയ ഇരുവരും നല്ല ഗായകരായിരുന്നു. രഹേ താമസിച്ചു. മഹാപ്രഭു പാശ ഒപ്പം. വിവർത്തനം. ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. നീലാചലത്തിലെ ഭക്തദാസനും ഭക്തന്മാരിൽ 24ാമനും 25ാമനുമായിരുന്നു ബഡ ഹരിദാസനും ചോട്ട ഹരിദാസനും. നല്ല ഗായകരുമായിരുന്നു. അവർ എല്ലായ്പ്പോഴും മഹാപ്രഭുവിനെ അനുഗമിച്ചു. ഭാവാർത്ഥം. ശ്രീല അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ചോട്ട ഹരിദാസൻ പിന്നീട് മഹാപ്രഭുവിന്റെ സംഘത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അഞ്ജലീലയുടെ 2ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 148. രാമഭദ്രാചാര്യ ആരാം ഓദ്ര സിംഹേശ്വര തപന ആചാര്യ ആരാ രഘു നീലാംബര. രാമഭദ്രാചാര്യ ആരാ ഓദ്ര സിംഹേശ്വര തപന ആചാര്യ ആരാ രഘു നീലാംബര. രാമഭദ്രാചാര്യ ആരാ
ഔദ്രസിംഹേശ്വര തപന ആചാര്യ ആരാ രഘു നീലാംബര. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. രാമഭദ്രാചാര്യ, രാമഭദ്ര ആചാര്യൻ. ആരാ ഓം, ഓഡ്ര ഒറീസ നിവാസി. സിംഹേശ്വര, സിംഹേശ്വരൻ. തപന ആചാര്യ, തപന ആചാര്യൻ. ആരാ രഘു, മറ്റൊരു രഘുനാഥനൻ. നീലാംബര, നീലാംബരൻ. വിവർത്തനം ശ്രീല ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജഗന്നാഥപുരിയിൽ ചൈതന്യ പ്രഭുവിനൊപ്പം ജീവിച്ചിരുന്ന ഭക്തന്മാരിൽ രാമഭദ്ര ആചാര്യൻ 26-മനും, സിംഹേശ്വരൻ 27-മനും, തപന ആചാര്യൻ 28-മനും, രഘുനാഥ ഭട്ടാചാര്യൻ 29-മനും, നീലാംബരൻ 30-മനും ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 149. സിംഗഭട്ട കാമഭട്ട ദന്തൂര ശിവാനന്ദ ഗൗഡേ പൂർവഭൃത്യ പ്രഭുര പ്രിയ കമലാനന്ദ. സിംഗഭട്ട കാമഭട്ട ദന്തൂര ശിവാനന്ദ ഗൗഡേ പൂർവഭൃത്യ പ്രഭുര പ്രിയ കമലാനന്ദ. സിംഗഭട്ട കമലാഭട്ട ദന്തൂര ശിവാനന്ദ ഗൗഡേ പൂർവഭൃത്യ പ്രഭുര പ്രിയ കമലാനന്ദ. ഗീതാമാജി. ഹരേ കൃഷ്ണ. സിംഗഭട്ട സിംഗഭട്ടൻ, ആമാഭട്ട ആമാഭട്ടൻ, ദന്തുര ശിവാനന്ദ ദന്തുര ശിവാനന്ദൻ, ഗൗഡെ ബംഗാളി, പൂർവ മുമ്പ്, ഭൃത്യ ഭൃത്യൻ, പ്രഭുര ഭഗവാന്റെ പ്രിയപ്പെട്ട, കമലാനന്ദ കമലാനന്ദൻ. വിവർത്തനം. സിംഗഭട്ടൻ 31-മത്തെയും കാമഭട്ടൻ 32-മത്തെയും ശിവാനന്ദൻ 33-മത്തെയും കമലാനന്ദൻ 34-മത്തെയും ഭക്തന്മാരായിരുന്നു. ഇവരെല്ലാം മുമ്പ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ബംഗാളിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് മഹാപ്രഭുവിനോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി ഇവർ ബംഗാൾ വിട്ട് ജഗന്നാഥപുരിയിലേക്ക് പോയി. ഹരേ കൃഷ്ണ. 150. അച്യുതാനന്ദ അദ്വൈതാചാര്യ തനയ നീലാചലേ രഹേ പ്രഭുരാ ചരണ ആശ്രയ. അച്യുതാനന്ദ അദ്വൈതാചാര്യ തനയ നീലാചലേ രഹേ പ്രഭുരാ ചരണ ആശ്രയ. അച്യുതാനന്ദ അദ്വൈതാചാര്യ തനയ നീലാചലേ രഹേ പ്രഭുരാ ചരണ ആശ്രയ. വസുപുഷ്പു. ഹരേ കൃഷ്ണ. അച്യുതാനന്ദ അദ്വൈത ആചാര്യ തനയ നീലാചലേ രഹേ പ്രഭുര ചരണാശ്രയ. പ്രധാന പദാർത്ഥം. അച്യുതാനന്ദ, അച്യുതാനന്ദൻ. അദ്വൈത ആചാര്യ തനയ, അദ്വൈത ആചാര്യന്റെ പുത്രൻ. നീലാചലെ ജഗന്നാഥപുരിയിൽ. രഹേ താമസിച്ചു. പ്രഭുര മഹാപ്രഭുവിന്റെ. ചരണ പങ്കജപാദങ്ങൾ. ആശ്രയ ചരണം നേടുക. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. 35-മത്തെ ഭക്തനായ അച്യുതാനന്ദൻ അദ്വൈതാചാര്യന്റെ പുത്രനായിരുന്നു. അദ്ദേഹവും ചൈതന്യ ഭഗവാന്റെ ചരണാശ്രയം നേടി ജഗന്നാഥപുരിയിൽ വസിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ആദ്യ ലീല 12-ാം അധ്യായം 13-ാം ശ്ലോകത്തിൽ അച്യുതാനന്ദനെ പറ്റിയുള്ള ഒരു പ്രസ്താവനയുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 151. निर्लोमा गंगादेश आरा विष्णुदासा ए सबेरा प्रभु संगे नीलाचला वासा. निर्लोमा गंगादासा आरा विष्णुदासा ए सबेरा प्रभु संगे नीलाचले वासा. निर्लोमा गंगादासा आरा विष्णुदासा ए सबेरा प्रभु संगे नीलाचले वासा. कृष्ण. रमणीमाजी. ഹരേ കൃഷ്ണ പ്രഭു. പ്രധാനപദാർത്ഥം. നിർലോമ ഗംഗാദാസ, നിർലോമ ഗംഗാദാസൻ. ആരാ ഓം, വിഷ്ണുദാസ, വിഷ്ണുദാസൻ. തേ സബേര അവരെല്ലാം, പ്രഭു സംഘേ മഹാപ്രഭുവിനോടൊപ്പം, നീലാചലെ ജഗന്നാഥപുരിയിൽ വസിക്കുക. വിവർത്തനം ശ്രീല ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരായി ജഗന്നാഥപുരിയിൽ വസിച്ച ഭക്തന്മാരിൽ നിർലോമ ഗംഗാദാസനും വിഷ്ണുദാസനും 36-മനും 37-മനുമായിരുന്നു. ഹരേ കൃഷ്ണ. 152, 154. വാരണാസി മധ്യേ പ്രഭുര ഭക്തദീന ജന ചന്ദ്രശേഖര വൈദ്യ ആരാം മിശ്രതവന. രഘുനാഥ ഭട്ടാചാര്യ മിശ്രേര നന്ദന പ്രഭൂയാവേ കാശി ഏല ദേഖി വൃന്ദാവന. ചന്ദ്രശേഖര ഗൃഹേ കൈലാം ദ്വിമാസവാസ തപന മിശ്രേര കരേ ഭിക്ഷാ ദ്വിമാസ.
वाराणसी मध्ये प्रभुरा भक्तहीनगण दीनजना चंद्रशेखर वैद्य आराम्यश्रुतमना रघुनाथ भट्टाचार्य मिश्रेर नंदना प्रभु यावे काशी ऐला देखी वृंदावना चंद्रशेखर गृहे कैला द्वि मासवासा तबल मिश्रेर घोरे भिक्षा द्विमासा वाराणसी मध्ये प्रभुरा भक्त दीनजना चंद्रशेखर वैद्य आराम्यश्रुतमना रघुनाथ भट्टाचार्य मिश्र नंदना प्रभु याबे काशी ऐला देखी वृंदावना चंद्रशेखर गृहे कैला द्वि मासवासा तबल मिश्रा घरे भिक्षा द्विमासा। जी ഹരേ കൃഷ്ണ. വാരണസിയിൽ പ്രഭുര മഹാപ്രഭുവിന്റെ ഭക്തന്മാർ തിനാജന 3 വ്യക്തികൾ, ചന്ദ്രശേഖര വൈദ്യ ചന്ദ്രശേഖരൻ എന്ന ഗുമസ്തൻ, മിശ്ര തപന മിശ്രൻ, രഘുനാഥ ഭട്ടാചാര്യൻ, മിശ്രേര നന്ദന തപന മിശ്രന്റെ പുത്രൻ, പ്രഭു മഹാപ്രഭു, യബെ എപ്പോൾ, കാശി വാരണസി, ഐല വന്നു, ദേഖി സന്ദർശിച്ചു, വൃന്ദാവനം ചന്ദ്രശേഖര ഗൃഹേ ചന്ദ്രശേഖര വൈദ്യന്റെ ഗ്രഹത്തിൽ, കൈല ചെയ്തു, 2 മാസ 2 മാസം, വാസ വസിച്ചു, തപന മിശ്രന്റെ ഖരെ ഭവനത്തിൽ, ഭിക്ഷ പ്രസാദം സ്വീകരിച്ചു, 2 മാസ 2 മാസം. വിവർത്തനം: വാരണസിയിലെ പ്രമുഖരായ ഭക്തന്മാർ ചന്ദ്രശേഖര വൈദ്യനും തപനമിശ്രന്റെ പുത്രൻ രഘുനാഥ ഭട്ടാചാര്യനുമായിരുന്നു. വൃന്ദാവന സന്ദർശനത്തിനു ശേഷം വാരണാസിയിലേക്ക് വന്ന ചൈതന്യ ഭഗവാൻ 2 മാസം ചന്ദ്രശേഖര വൈദ്യന്റെ ഗ്രഹത്തിൽ താമസിക്കുകയും തപനമിശ്രന്റെ ഗ്രഹത്തിൽ നിന്നും പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ബംഗാളിലായിരുന്നപ്പോൾ തപനമിശ്രൻ ആത്മീയ പുരോഗതി സംബന്ധിച്ച സംഭാഷണങ്ങൾക്കായി അവിടുന്ന് സമീപിച്ചു. അപ്രകാരം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ഹരിനാമ ദീക്ഷ നേടുകയും ചെയ്തു. അതിനുശേഷം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് തപനമിശ്രൻ വാരണാസിയിൽ വസിക്കുകയും അവിടുന്ന് വാരണാസി സന്ദർശിച്ചപ്പോൾ തപനമിശ്രന്റെ വസതിയിൽ വെച്ച് പതിവായി പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 185 രഘുനാഥ ബാലേ കൈലാ പ്രഭുരാ സേവന ഉച്ചിഷ്ടമാർജന ആരാപാദ സംവാഹന രഘുനാഥ ബാലേ കൈലാ പ്രഭുരാ സേവന ഉച്ചിഷ്ടമാർജന ആരാപദ സംവാഹന രഘുനാഥ ബാല്യേ കൈലാ പ്രഭുരാ സേവന ഉച്ചിഷ്ടമാർജന ആരാപദ സംവാഹന. ഹരേ കൃഷ്ണ. രഘുനാഥ ബാല്യേ കൈല പ്രഭുര സേവന ഉച്ഛിഷ്ടമാർജന ആരാപാദ സംവാഹന. പദാനുപദാർത്ഥം: രഘുനാഥൻ തപനമിശ്രന്റെ പുത്രൻ. ബാല്യത്തിൽ കൈല ചെയ്തു, പ്രഭുവിന്റെ സേവനം, ഉച്ഛിഷ്ടമാർജന പാത്രങ്ങൾ കഴുകുക, പാദസംവാഹന പാദങ്ങൾ തിരുമുക. വിവർത്തനം: ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു തപനമിശ്രന്റെ ഗ്രഹത്തിൽ താമസിച്ചിരുന്നപ്പോൾ അന്ന് ബാലകനായിരുന്ന രഘുനാഥ ഭട്ടൻ അവിടുത്തെ പാത്രങ്ങൾ കഴുകുകയും പാദങ്ങൾ തിരുമുകയും ചെയ്തിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 186 ബഡാഹൈലെ നിലാചലെ ഗേല പ്രഭുരാസ്ഥാനെ അഷ്ടമാസാ രഹില ഭിക്ഷാദേന കോനദിനെ. ബഡാഹൈലെ നിലാചല ഗേല പ്രഭുരാസ്ഥാനെ അഷ്ടമാസാ രഹില ഭിക്ഷാ ദേന കോനദിനെ. ബഡാഹൈലെ നിലാചലെ ഗേല പ്രഭുരാസ്ഥാനെ അഷ്ടമാസാ രഹില ഭിക്ഷാദേനെ കോനദിനെ. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം: ബഡാഹൈലെ വളർന്നപ്പോൾ, നീലാചലെ ജഗന്നാഥപുരിയിൽ, ഗേല പോയി, പ്രഭുര മഹാപ്രഭുവിന്റെ സ്ഥാനത്ത് സ്ഥലത്ത്, അഷ്ടമാസ 8 മാസം, രഹില താമസിച്ചു, ഭിക്ഷ പ്രസാദം, ദേന നൽകി, കോനദിനെ കുറെ ദിവസം. വിവർത്തനം: ശീല പ്രഭുപാദ് കി ജയ്. രഘുനാഥൻ വളർന്ന് യുവാവായപ്പോൾ
മഹാപ്രഭുവിനെ ജഗന്നാഥപുരിയിൽ സന്ദർശിക്കുകയും 8 മാസം അവിടെ താമസിക്കുകയും ചെയ്തു. അദ്ദേഹം ചിലപ്പോഴൊക്കെ മഹാപ്രഭുവിന് പ്രസാദവും സമർപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 187. പ്രഭുരാജ്ഞപാന വൃന്ദാവനേ രഥേലാം ആസിയാ ശ്രീരൂപ ഘോഷാനീരാ നികടേ രഹിലാം. പ്രഭുരാ ആജ്ഞപാനാം വൃന്ദാവനേ രേലാം ആസിയാ ശ്രീരൂപ ഘോഷാനീരാ നികടേ രഹിലാം. പ്രഭുരാജ്ഞപാനാം വൃന്ദാവനേ രേലാം അസിയാ ശ്രീരൂപ ഗോസ്വാമീരാ നികടേ രഹലീലാം. രമണിമാജി. മ്യൂട്ടാണ്. ഗീതാമാജി 187. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വായിക്കണ? വായിച്ചോ. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. പ്രഭുര മഹാപ്രഭുവിന്റെ ആജ്ഞ പാന സ്വീകരിക്കുക. വൃന്ദാവനത്തിലേക്ക് ആയില അദ്ദേഹം വന്നു. ആസിയ വരുക. ശ്രീലാരൂപ ഗോസ്വാമിയുടെ നികടെ ആശ്രയത്തിൽ രഹില തുടർന്നു. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. രഘുനാഥൻ പിന്നീട് ചൈതന്യ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകുകയും അവിടെ ശ്രീലാരൂപ ഗോസ്വാമിയുടെ ആശ്രയത്തിൽ കഴിയുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. 188. താണ്ഡാസാനേ രൂപ ഘോഷാണി ശുനേരാ ഭഗവതാ പ്രഭുരാ കൃപയാ തേനോ കൃഷ്ണപ്രേമേ മത്താ. താണ്ഡാസ്ഥാനേ രൂപഘോഷാണി ശുനേരാ ഭാഗവതാ പ്രഭുരാ കൃപയാ തേനോ കൃഷ്ണപ്രേമേ മത്താ. താണ്ഡാസ്ഥാനേ രൂപഘോഷാണി സുനേരാ ഭാഗവതാ പ്രഭുരാ കൃപയാ തേനോ കൃഷ്ണപ്രേമേ മത്താ. ഗീതമാജി. ഹരേ കൃഷ്ണ. താനെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് രൂപ ഗോസ്വാമി ശുനേന കേട്ടു. ശ്രീമദ് ഭാഗവത പാരായണം. പ്രഭുര കൃപായ ചൈതന്യ ഭഗവാന്റെ കാരുണ്യത്താൽ തേൻഹോ അദ്ദേഹം കൃഷ്ണപ്രേമത്താൽ ഉന്മത്തനായി. വിവർത്തനം. ശില രൂപ ഗോസ്വാമിക്കൊപ്പം താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് കേൾക്കുന്നതിന് വേണ്ടി ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുകയായിരുന്നു രഘുനാഥന്റെ സേവാകാര്യം. ഈ ഭാഗവത പാരായണത്തിന്റെ ഫലമായി അദ്ദേഹം കൃഷ്ണപ്രേമത്തിൽ പരിപൂർണത നേടുകയും അതിനാൽ സദാ ഉന്മത്തനാവുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. 6 ഗോസ്വാമിമാരിൽ ഒരാളായ രഘുനാഥ ഭട്ടാചാര്യൻ അഥവാ രഘുനാഥ ഭട്ട ഗോസ്വാമി തപനമിശ്രന്റെ പുത്രനായിരുന്നു. ഏകദേശം ശകാബ്ദം 1425 AD 1503 ജനിച്ച അദ്ദേഹം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിൽ വിദഗ്ധനായിരുന്നു. അദ്ദേഹം പാചകത്തിലും വിദഗ്ധനായിരുന്നെന്ന് അന്ത്യലീല 13-ാം അധ്യായത്തിൽ പറയുന്നു. അദ്ദേഹം പാചകം ചെയ്യുന്നത് എന്തും അമൃതിന് സമമായിരുന്നു. അദ്ദേഹം പാചകം ചെയ്ത ഭക്ഷണം സ്വീകരിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വളരെ സന്തോഷകരമായിരുന്നു. രഘുനാഥ ഭട്ടൻ പതിവായി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്ഷണത്തിന്റെ ശിഷ്ടം സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. രഘുനാഥ ഭട്ടാചാര്യൻ ജഗന്നാഥപുരിയിൽ 8 മാസം താമസിച്ചു. അനന്തരം ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് വൃന്ദാവനത്തിലേക്ക് പോയി ശ്രീ രൂപ ഗോസ്വാമിയോട് ചേരാൻ ആജ്ഞാപിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭു രഘുനാഥ ഭട്ടാചാര്യനോട് വിവാഹം കഴിക്കരുതെന്നും ബ്രഹ്മചാരിയായി കഴിയണമെന്നും പറഞ്ഞു. ശ്രീമദ് ഭാഗവതം നിരന്തരം പാരായണം ചെയ്യണമെന്നും ഭഗവാൻ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. അതനുസരിച്ച് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ ശ്രീല രൂപ ഗോസ്വാമിക്ക് വേണ്ടി ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിൽ മുഴുകി. ശ്രീമദ് ഭാഗവത പാരായണത്തിൽ അദ്ദേഹം അത്രയ്ക്ക് നിപുണനായിരുന്നു. ഓരോ ശ്ലോകവും ശ്രുതിമധുരമായ 3 രാഗങ്ങളിൽ അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു. രഘുനാഥ ഭട്ട ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം തുളസിഹാരവും നൽകി അനുഗ്രഹിച്ചു.
ആഭരണങ്ങളും നൽകി. അദ്ദേഹം ഒരിക്കലും അസംബന്ധമോ ലൗകിക കാര്യങ്ങളോ പറയുമായിരുന്നില്ല. ദിവസം 24 മണിക്കൂറും കൃഷ്ണനെ കുറിച്ച് ശ്രവണം ചെയ്യുന്നതിൽ ഏർപ്പെട്ടു. ഒരു വൈഷ്ണവനെ അപഹസിക്കുന്നത് കേൾക്കാൻ അദ്ദേഹം ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. വിമർശിക്കാൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ വൈഷ്ണവരും ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നതിനാൽ താൻ അവരുടെ അപരാധങ്ങൾ കാര്യമാക്കാറില്ലെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പിൽക്കാലത്ത് രഘുനാഥ ഭട്ടഗോസ്വാമി രാധാകുണ്ടത്തിന് സമീപം ഒരു ചെറിയ കുടിലാണ് ജീവിച്ചിരുന്നത്. രഘുനാഥ ഭട്ടഗോസ്വാമി മുമ്പ് രാഗമഞ്ജരി എന്ന ഗോപികയായിരുന്നെന്ന് ഗൗര ഗണേശ ദീപികയിൽ പറയുന്നു. 185. ഹരേ കൃഷ്ണ. ചക്ഷുർമേലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദഗമനം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സാഗരനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സാഗണലളിതാ ശിവിശാഖാൻവിതാംസ. നമോ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ നാമിനി. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീദ്വൈതഗാധര ശിവാസാദി ഗൗരവകൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ബലഭദ്ര ഭട്ടാചാര്യ ഭക്തിയധികാരി മധുരാഗമനെ പ്രഭുരായി എൻറോ ബ്രഹ്മചാരി. As a bona fide devotee, Balabhadra Bhattacharya, the 23rd principal associate, acted as brahmachari of Sri Chaitanya Mahaprabhu when he toured Mathura. Hare Krishna. Nilachala ദേശത്തെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അസോസിയേറ്റ്സ് ആരൊക്കെയാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം കുറേയധികം ഡിവോട്ടീസിനെ വരി പറഞ്ഞു. ഇതിപ്പോൾ 23ാമത്തെ ആധികാരികമായിട്ടുള്ള ഭക്തി അധികാരമായിട്ടുള്ള. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ദീക്ഷ എടുത്ത ആളുടെ പേരിൽ അധികാരി എന്ന് അവസാനം കൊടുക്കും. അധികാരി വെച്ച് കഴിഞ്ഞാൽ ദീക്ഷയ്ക്ക് അധികാരം എന്ന ആളെന്നർത്ഥം. അതിനെ വെച്ച് കഴിഞ്ഞാൽ ഭക്തി ആളൊരു ആധികാരികമായിട്ടുള്ള ഭക്തനായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അധികാരി എന്ന് വാക്ക് വെച്ച് കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള സ്ഥാനം കിട്ടിയവൻ എന്നർത്ഥം. ആധികാരികമായ സ്ഥാനം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഹയർ അതോറിറ്റീസ് നമുക്ക് തരുന്നു. അപ്പോൾ ഒരു ഗുരു ശിഷ്യന് ദീക്ഷ കൊടുക്കുമ്പോൾ ഗുരു ആണ് അതോറിറ്റി. അയാൾക്ക് ആധികാരികമായിട്ടുള്ളൊരു സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നു. അതേപോലെ ബലഭദ്ര ഭട്ടാചാര്യ ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ബ്രഹ്മചാരി അധികാരിയാണ്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒപ്പം മധുരയിൽ പോയപ്പോൾ ശ്രീ ഭഗവാൻ ഗൗരദേശ ജഗന്നാഥപുരിയിൽ നിന്ന് കുറച്ചു കാലം വൃന്ദാവനത്തിൽ പോകുന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് മധുര വൃന്ദാവന പര്യടനത്തിൽ അദ്ദേഹത്തിനെ അനുഗമിച്ചത് ബലഭദ്ര ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ബ്രഹ്മചാരിയാണ്. ഇത് സാധാരണ ഒരു പതിവാണ്. സന്യാസിമാർക്ക് പാകം ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കുന്നത് ബ്രഹ്മചാരികളായിരിക്കും. അപ്പോൾ ബ്രഹ്മചാരിയായിട്ടുള്ള ബലഭദ്ര ഭട്ടാചാര്യ അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നു. അപ്പോൾ സന്യാസി ആത്മീയ ഗുരുവാണ്, ബ്രഹ്മചാരി ശിഷ്യനാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവും ബലഭദ്ര ഭട്ടാചാര്യം തമ്മിലുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബലഭദ്ര ഭട്ടാചാര്യ എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. കാരണം ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുക, പേഴ്സണൽ സേവ ചെയ്യാം. പുരിയിലിരിക്കുമ്പോൾ ഇവിടെ സ്വരൂപ് ദാമോദരെല്ലാം ഉണ്ട്.
പക്ഷേ ഈ പര്യടനത്തിന് പോകുമ്പോൾ ബലഭദ്ര ഭട്ടാചാര്യായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരി. അദ്ദേഹം എല്ലാ സേവയും ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. ഭദ്ര ബടാ ഹിയദാസ ചോട്ടാരിദാസ ദ്വി കീർത്തനയാരഹേ മഹാപ്രഭുവരഭാസ. അടുത്ത ബട ഹരിദാസ ചോട്ടാരിദാസ, രണ്ടിനും വലിയ കീർത്തനയാസാണ്. സ്കാണില് ബട ഹരിദാസ ദാസമുണ്ട്, കുറച്ച് കീർത്തനയാസാണ്, നല്ല വലിയ ഫേമസ് ആയിട്ടുള്ള കീർത്തനയുണ്ട്. ബട ഹരിദാസ ഉണ്ട്, അതുപോലെ ചോട്ട ഹരിദാസ. പക്ഷേ ഇതിൽ ചില പ്രശ്നം, ചോട്ട ഹരിദാസിനെ പിന്നീട് ചൈതന്യ മഹാപ്രഭു നിഷ്കാസനം ചെയ്യുന്നുണ്ട്. അന്തരിയിലെ 2-ാം അധ്യായത്തിനെ പറ്റി പറയുന്നുണ്ട്. അതും സ്ത്രീ സമ്പർക്കമായ കാര്യമായതുകൊണ്ട് പിന്നെ അവസാനം ചോട്ട ഹരിദാസ്, അതുപോലെ നീണ്ട കഥയാണ്, അത് അധ്യായത്തിൽ പറയുന്നത്. 148 രാമഭദ്രാചാര്യ ആര ഓദ്രസിംഹേശ്വര തപന ആചാര്യ ആര രഘു നീലാംബരാം. Among the devotees who live with Lord Chaitanya Mahaprabhu at Jagannath Puri, Ramabhadracharya was the 26th, Simheshwara 27th, Tapanacharya 28th, Raghunatha Bhattacharya the 29th, and Nilambara the 30th. ഇതിൽ തപനാചാര്യൻ രഘുനാഥ് ദാസ് ഭട്ടാചാര്യൻ, ഇവരുടെ അച്ഛനും മകനാണ്. തപനാചാര്യ തപന മിശ്ര പിന്നീട് പറയും. 28ാമത്തെയും രഘുനാഥ് ഭട്ടാചാര്യ 29ാമത്തെയും ആയിട്ട് കണക്കാക്കുന്നു. ഇനിയും വരുന്ന കുറച്ച് ആൾക്കാർ സിംഹഭട്ട കമലാവാട്ട ദന്തുര ശിവാനന്ദ ഗൗഡേ പൂർവത്യ പ്രഭുരാ പ്രിയ കമലാനന്ദ. സിംഹഭട്ട വാസ് 31st, കാമഭട്ട വാസ് 32nd, ശിവാനന്ദ 3rd, and Kamalananda 33rd, and Kamalananda 34th. They all formerly served Lord Chaitanya Mahaprabhu in Bengal, but later these servants left Bengal to live with Lord in Jagannath Puri. അപ്പോൾ ഈ 3 പേര് സിംഹഭട്ട, കാമഭട്ട ആൻഡ് ശിവാനന്ദ. ശിവാനന്ദ നമുക്കറിയാം, ഇത് പേരെ ശിവാനന്ദനാണ്. അപ്പോൾ അവരെല്ലാം ബംഗാളിലെ പണ്ടുണ്ടായിരുന്നു, അത് ശിവാനന്ദ സെൻ. പിന്നീട് ചൈതന്യ മഹാപ്രഭു പുരിയിലേക്ക് എത്തിയപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവയെന്ന് വിട്ടു നിൽക്കാനൊക്കെ ആഗ്രഹമില്ല. ബംഗാളിൽ നിന്നിട്ട് എന്ത് കാര്യം, ചൈതന്യ മഹാപ്രഭു ഇല്ലാത്ത ബംഗാൾ എന്ന കാര്യം. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എവിടെയാണോ അദ്ദേഹത്തിൻ്റെ സേവ ചെയ്യുക എന്ന് അത് ഉറച്ച സങ്കല്പമായിട്ടിരുന്ന ആൾക്കാരെ 3 പേര്. അതുകൊണ്ട് അവരെ ബംഗാൾ വിട്ടിട്ട് ചൈതന്യ മഹാപ്രഭുവിനൊപ്പം എടുത്തുകയാണ്. അച്യുതാനന്ദ അദ്വൈതവാചാര്യ തനയ നിലാചലേരഹേ പ്രഭുരാചരണ ആശ്രയാം. അടുത്ത അച്യുതാനന്ദനാണ്. അച്യുതാനന്ദമാണ് നമ്മുടെ അദ്വൈതാചാര്യന്റെ മകനാണ് അച്യുതാനന്ദൻ. അച്യുതാനന്ദനെ പോലെ ബംഗാൾ വിട്ടിട്ട്, കാരണം ശാന്തിപൂരിലാണ് അദ്വൈതാചാര്യൻ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ആദ്യം ശാന്തിപൂരിൽ അച്ഛൻ്റെ ഒപ്പമായിരുന്നു. പിന്നെ അതെല്ലാം വിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പുരിയിൽ വരികയാണ്. നിർലോമ ഗംഗാദാസ ആര വിഷ്ണുദാസ ഏ സവേര പ്രഭു സംഗേ നിലാചലവാസ. നിർലോമ ഗംഗാദാസ and Vishnudasa were the 36th and 37th among the devotees who live in Jagannath Puri as servants of Chaitanya Mahaprabhu. നിർലോമ ഗംഗാദാസ, വിഷ്ണുദാസ, ഇതെല്ലാം പല ഇടങ്ങളിലായിട്ട് ഇത് പേരുകൾ ഇപ്പോൾ മുമ്പ് തന്നെ പറയുന്നുണ്ട്. കുറേയധികം പേരുകൾ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല ഭാഗങ്ങളിലായിട്ട്, ചൈതന്യചരിതാമൃതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്, മധ്യലീല, അന്ത്യലീല, ആദിലീലയിൽ ഇവരെ പറ്റി ഇൻഡിവിജ്വലായിട്ട് അവരുടെ രീതികൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഓടിച്ചു പോകണമെന്നുള്ളൂ. ചിലരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. രഘുനാഥ് ഭട്ടഗോസ്വാമിയെ പറ്റി പറയുമ്പോൾ കുറച്ച് വിസ്തരിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങൾ. വാരണാസി മധ്യേ പ്രഭുരാ ഭക്തദീന ജന ചന്ദ്രശേഖര വൈദ്യ ആരാം മിശ്രതപനാം രഘുനാഥ ഭട്ടാചാര്യ മിശ്രേരനന്ദനാം പ്രഭുവയാപേ കാശി ഐലാദേകി വൃന്ദാവനാം ചന്ദ്രശേഖര ഗൃഹേ കൈലാദുയി മാസവാസ തപൻ മിശ്രേര ഘരേ ഭിക്ഷാദുയി മാസ. അപ്പോൾ ഇവരെ 3 പേര് ചന്ദ്രശേഖര തപന മിശ്ര, രഘുനാഥ് ഭട്ടാചാര്യ. നമ്മൾ ആദ്യം കഴിഞ്ഞ 7-ാം അധ്യായത്തിൽ കണ്ടിട്ടുള്ളത് പ്രകാശാനന്ദ സരസ്വതിയായിട്ട് അദ്ദേഹം ഡിബേറ്റ് ചെയ്യുന്നത്. ഇത് ചന്ദ്രശേഖര വീട്ടിലാണ്. അപ്പോൾ ചന്ദ്രശേഖര മഹാപ്രഭുവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഇവരെ വിമർശിച്ചപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾക്ക് ഇനി കേൾക്കാൻ പറ്റില്ല, ഞങ്ങൾ ജീവൻ ത്യാഗം ചെയ്യാണ്, അങ്ങ് ഇതെന്തെങ്കിലും ചെയ്യണം
എന്ന് പറഞ്ഞ ആളാണ് ചന്ദ്രശേഖര പാരമ്പര്യമായിട്ടുള്ള വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭു താമസിച്ചത്. പക്ഷെ പ്രസാദം എടുക്കുന്നത് തപൻ മിശ്ര വിടുന്നു. തപൻ മിശ്ര മുമ്പ് തന്നെ ഹരിനാമ ദീക്ഷ എടുത്ത ആളാണ് അദ്ദേഹം ഇതിലേക്കുമ്പോൾ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം തപൻ മിശ്ര പിന്നെ വാരണാസിയിൽ വരികയാണ്. അപ്പോൾ വാരണാസിയിൽ അദ്ദേഹം ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ ചന്ദ്രശേഖർ താമസിക്കുന്ന തപൻ മിശ്രയുടെ വീട്ടിൽ പ്രസാദം എടുക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ വൈഷ്ണവരുടെ ഇതുണ്ട്, നമുക്ക് പ്രസാദം എവിടെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്ര ദൂരമാണെങ്കിൽ ശരി വീട്ടിലിങ്ങനെ തിരിച്ചു വരണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു വീട്ടിൽ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇത് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശില പ്രഭാതം പലയിടത്തും പറയുന്നുണ്ട്, പ്രസാദം നമുക്ക് എവിടുന്നും കഴിക്കാം, ഏത് വീട്ടിൽ നിന്നും കഴിക്കാം. പക്ഷേ അന്തി ഉറങ്ങണമെങ്കിൽ തിരിച്ച് എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ തിരിച്ചു വരണം അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ രണ്ട് മാസം അദ്ദേഹം ചന്ദ്രശേഖര പ്രഭുവിൻ്റെ വീട്ടിൽ താമസിച്ചു. പക്ഷെ പ്രസാദം കഴിച്ച തപൻ മിശ്രൻ. തപൻ മിശ്രയുടെ മകനാണ് രഘുനാഥദാസ് ഭട്ടാചാര്യ. രഘുനാഥ ലകേല പ്രഭുര സേവന ഉച്ഛിഷ്ടമാർജന ആരാ പാദ സംഭാനാം. When Chaitanya Mahaprabhu stayed at the house of Tapana Mishra, Raghunatha Bhatta, who was then a boy, washed his dishes and massaged his legs. ഇതേപോലെ എങ്ങനെയാണോ ഗോപാല ഭട്ട ഗോസ്വാമി ശ്രീരംഗത്ത് വെച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്ത്, അതേപോലെ ഇവിടെ രഘുനാഥ് ഭട്ട ഗോസ്വാമി അദ്ദേഹം വാരണാസിയിൽ വെച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യാണ്. അദ്ദേഹം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുക, അതിൻ്റെ കാലെല്ലാം മസാജ് കൊടുക്കുക. ഇവരെല്ലാം വളരെ ഭാഗ്യം കിട്ടി നടക്കണം. വളരെ രണ്ടുപേരും വളരെ ചെറുപ്പസായിട്ടാണ് ഉണ്ടായിരുന്നത്. ആ ചെറുപ്പകാലത്ത് തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യാനുള്ള ഭാഗ്യം, വലിയൊരു ഭാഗ്യം അവർക്കുണ്ടായി. അത് അത്രയും പ്യുവർ സോൾസ് ആയതുകൊണ്ടാണ്, അത്രയും പുണ്യാത്മാക്കൾക്കാണ് അവർക്ക് ഇത്രയും ഭാഗ്യം ലഭിച്ചത്. നമ്മൾ ശ്രീരംഗത്ത് പോയപ്പോൾ നമ്മൾ പോയി കണ്ടിരുന്നു ഗോപാല ഭട്ട ഗോസ്വാമി. അത് ഗൃഹത്തിലെ ചൈതന്യ മഹാപ്രഭു വസിച്ച സ്ഥലം നമ്മൾ പോയി കണ്ടു. ഒരു ചെറിയ ഹാളായിട്ട് കാണണം, വീടൊന്നുമില്ല, ഒരു ചെറിയ ഹാളാണത്. ഏതായാലും ഇവരെല്ലാം ഗോസ്വാമിമാരാണ്. രണ്ടുപേരും കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാരാണ് ബാക്കിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ രഘുനാഥ ഗോസ്വാമി പിന്നീട് പറയുന്നുണ്ട്, അദ്ദേഹം വലുതായപ്പോൾ 8 മാസം ജഗന്നാഥ്പുരിയിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഭഗവാനെ പ്രസാദം കൊടുത്തിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്. രഘുനാഥദാസ് ഗോസ്വാമി, രഘുനാഥ് ദാസഗോസ്വാമിയെ നമുക്കറിയാം. അദ്ദേഹം 16 വർഷം 1518 മുതൽ 1534 വരെ നേരിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്ത ആളാണ്. ഇവിടെ അദ്ദേഹം 8 മാസം ഇവിടെ പറയുന്നത് രഘുനാഥ്. അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹം താങ്കൾ പോയിട്ട് വൃന്ദാവനത്തിലെ രൂപ ഗോസ്വാമിയെ സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രഭുരാജ്ഞപാല വൃന്ദാവനെ ഐല ഐഷ്യ ശ്രീ രൂപ ഗോസ്വാമില നികടേ രഹില. Later, by the order of Chaitanya Mahaprabhu, Raghunatha went to Vrindavana and remained there under the shelter of Srila Rupa Goswami. നീ ഇവിടെ നേരെ വൃന്ദാവനത്തിൽ പോയിട്ട് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി അവിടെ ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം, കുറേ നിർദ്ദേശങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. പുസ്തകം സ്ക്രിപ്റ്റേഴ്സ് എഴുതണം. പിന്നെ മാത്രമല്ല പഴയ സ്ഥലങ്ങളെല്ലാം, കൃഷ്ണൻ ലീലകൾ നടന്ന സ്ഥലങ്ങളെല്ലാം പുനരുദ്ധരിക്കണം. ഈ രണ്ട് വലിയൊരു ഉത്തരവ് ഞാൻ ഇവർക്ക് രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീ അവിടെ പോയിട്ട് അവരെ സഹായിക്കണം. അതിന് നീ അവിടെ പോയിട്ട് രൂപ ഗോസ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ. താൻ്റെ ആസ്ഥാനെ രൂപ ഗോസ്വാമി സുനേരാ ഭാഗവത പ്രഭൂരാ കൃപയാ തെൻഹോ കൃഷ്ണ പ്രേമേ മത്താ. While he stayed, Srila Rupa Goswami, his engagement was to recite Srimad Bhagavatam for him to hear. As a result of this Bhagavatam recitation, he attained perfectional love for Krishna, by which he remained always maddened. Rupa Goswamiക്ക് ഭാഗവതം വായിച്ചു കൊടുക്കുന്നത് എന്ന സേവ രഘുനാഥ് ഭട്ട ഗോസ്വാമിക്കാണ്. അതുകൊണ്ട് രൂപ ഗോസ്വാമിക്ക് ഇത് കേൾക്കാൻ കഴിഞ്ഞു വളരെ ഇതുകൊണ്ട്. അതേസമയം അതിൽ കൂടുതൽ ഗുണം ലഭിച്ചത് രഘുനാഥ് ഭട്ട ഗോസ്വാമിക്ക് തന്നെയാണ്.
കാരണം അദ്ദേഹം ഡെയിലി ഭാഗവതം വായിച്ച് ഭാഗവതത്തിനോട് അത്രയും അഡിക്ഷൻ ഉണ്ടായിട്ട് ഒരു ഭ്രാന്തനെ പോലെ ഉന്മാദനായ അവസ്ഥയിൽ അദ്ദേഹത്തിന് അപ്പോൾ ഭാഗവതത്തിൽ അത്രയും അഭിരുചി അത് രൂപഗോസ്വാമിയുടെ കൃപ കൊണ്ട് ഉണ്ടായതാണ്. രൂപഗോസ്വാമി ആവശ്യപ്പെട്ട് അങ്ങനെ വായിച്ച് നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഭഗവത്ഗീത ആരംഭിച്ചിട്ടുണ്ട്. ഓരോ അധ്യായം ഒരു മാസം മുഴുവൻ വായിക്കുക. അപ്പോൾ ആ ഗീതയുടെ നമുക്ക് കൂടുതൽ അടുപ്പുണ്ടാവും. അത് ഒരു ഫ്ലുവൻസി ഉണ്ടാവും. വേഴ്സ് ബൈഹാട്ട് പഠിച്ചില്ലെങ്കിലും ബൈഹാട്ട് വന്നില്ലെങ്കിൽ ശരി, ഓരോ വേഴ്സ് നമ്മളങ്ങനെ ചൊല്ലി വരുമ്പോൾ അതിനോടുള്ള അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഗീതാധ്യയനം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരെ അതിൻ്റെ ഗുണം എഴുതുക. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ്. രഘുനാഥ് ഭട്ടഗോസ്വാമി അദ്ദേഹം ഒരു നല്ലൊരു കുക്കും കൂടിയാണ്, പാചകക്കാരനാണ്. യൂസ് മേക്ക് ചൈതന്യ മഹാപ്രഭുവിന് എപ്പോഴും പ്രസാദം കൊടുക്കും. ആ പ്രസാദത്തിന് ഉച്ചിഷ്ടം അദ്ദേഹം കഴിക്കുമായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന് നിർദ്ദേശപ്പെടാൻ അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് തന്നെ ഇരുന്നു. അദ്ദേഹം പിന്നെ വിവാഹം കഴിച്ചില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹം ഭാഗവതം വായിച്ച് ഓരോ ശ്ലോകവും 3 തരത്തിൽ 3 ഈണത്തിൽ അദ്ദേഹത്തിന് പാടാൻ കഴിയുമായിരുന്നു, ചൊല്ലാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നു. അത്രയും എക്സ്പെർട്ട് അദ്ദേഹം. സാധാരണ നമ്മൾ ഒരു ട്യൂണിലേക്ക് ചെയ്യുള്ളൂ, പക്ഷേ അദ്ദേഹം 3 തരത്തിലുള്ള ട്യൂണുകൾ അദ്ദേഹം ചെയ്യാൻ പറ്റിയിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന് എപ്പോഴും സേവ ചെയ്യുന്ന കാലത്തെല്ലാം അദ്ദേഹം ചൈതന്യ മഹാപ്രഭു പ്രസാദം കൊടുക്കും. ബീറ്റിൽ നട്ട് അതെല്ലാം മുറുക്കാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കായിരുന്നു. പിന്നീട് രൂപഗോസ്വാമി എടുത്തത് ഇപ്പോൾ രൂപഗോസ്വാമിയുടെ സെർവൻ്റായി മാറി. രൂപഗോസ്വാമി രാധാ ഗോവിന്ദ ടെമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രാധാ ഗോവിന്ദ ടെമ്പിൾ അതുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറേ ഡിസൈപ്പിൾസിനോട് പറഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗോവിന്ദന് വേണ്ട എല്ലാ സ്വർണ്ണാഭരണങ്ങളും മുഴുവൻ കൊടുത്തത് രഘുനാഥ ഭട്ടഗോസ്വാമിയാണ്. ഗ്രാമ്യഭാഷ നശുൻലേ എന്ന ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ഒരു കാലത്തും നാട്ടുവർത്താനവും വീട്ടുവർത്താനവും കേൾക്കരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്, വീട്ടുകാരും നാട്ടുകാരും പറയാനുള്ളത്. അത് കേട്ട് നമ്മൾക്ക് വളരെ രസമുണ്ടാവും. പക്ഷെ അത് നമ്മുടെ അവബോധത്തെ എത്രമാത്രം ഹനിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വിലപ്പെട്ട സമയം പോകാൻ മാത്രമല്ല നമ്മുടെ അവബോധത്തെ ഹനിക്കുന്നതാണ്. ആ സമയം നമ്മൾ ചാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഗീത വായിക്കുക, ശ്രീമദ് ഭാഗം വായിക്കുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് താല്പര്യമുള്ളത് ഈ വീട്ടുകാരും നാട്ടുകാരും ചർച്ച ചെയ്യാനാണ്. അതിലെന്തോ മഹാസംഭവമുള്ള മാതിരി. ആ മഹാസംഭവം ഒന്നും ഇല്ല, അറിയാൻ നോക്കുക. പക്ഷെ നമുക്കൊരു ആനന്ദം, നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിൻ്റെ ഭാഗമാണത്. മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ, ഓരോരുത്തരെ പറ്റി കേൾക്കുമ്പോൾ, ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അത് ഏറ്റവും മോശമാണ്, നമ്മുടെ ഹാനികരമാണ് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുമ്പോൾ അതനുസരിച്ച് രഘുനാഥ് ഭട്ടാസ്വാമി ഒരു കാലത്തും വീട്ടുകാരും നാട്ടുകാരും സംസാരിക്കില്ല, കേൾക്കുകയില്ല. ചില ആൾക്കാർക്ക് അത് തന്നെ പറയാൻ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. നമ്മൾ ഒരുപക്ഷെ അതിൽ ആയിരിക്കുന്ന പാളിച്ചകൾ നമ്മൾ കണ്ടിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ശരി, പറയുമ്പോൾ നമ്മുടെ സമയം പോകുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കുന്നില്ല. ഇവരെല്ലാം ചെയ്യുന്ന അബദ്ധമാണ്, ഇവരെല്ലാം തമോ ഗുണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അവരുടെ ചെയ്തികൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്കും അത് അഫക്റ്റഡ് ആവും. അത് നമ്മൾ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇവരെ പറ്റി സംസാരിക്കാതിരിക്കാൻ തന്നെ. തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ്, രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ്, തമോ ഗുണം രജോ ഗുണം കലർന്ന ആൾക്കാരാണ്. അവരുടെ ഒപ്പം നമ്മൾ അസോസിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവരെ പറ്റി നമ്മൾ സംസാരിക്കാൻ, അപ്പോൾ അവരെ പറ്റി സംസാരിക്കുമ്പോൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളെ അവബോധം ഇന്നുമാരി കാർന്ന് തിന്നുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ആ സീരിയസ്നെസ്. ഗ്രാമ്യ ഭാഷ നശുൻലേ, ഗ്രാമ്യമായ ഭാഷ, നല്ല വലിയ വില കൂടിയ വസ്ത്രം എടുക്കരുത്, ഏറ്റവും ഓപ്പുലൻ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കരുത്. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ പോകുന്ന ആൾക്കാരെ 3 കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരിക്കലും ഡിവോട്ടീസിനെ പറ്റി വൈഷ്ണവ നിന്ദ എന്നുള്ളത് ഒരിക്കലും രഘുനാഥദാസ് ഗോസ്വാമി ചെയ്തിട്ടില്ല.
വൈഷ്ണവ നിന്ദ എന്നുള്ളത് മത്താനെ പോലെ മദാനയുടെ പോലെ ആണ്. അത്രയധികം നമുക്ക് അപകടം നടക്കും. അപ്പൊ ഒരു കാലത്ത് നമ്മൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന് ശേഷം അദ്ദേഹം അവസാന കാലഘട്ടം രാധാകുണ്ടിൻ്റെ അടുത്ത് ഒരു ആശ്രമം കിട്ടി. അദ്ദേഹം അവിടെ താമസിച്ചു എന്ന് പറയുന്നു. അവിടെ അദ്ദേഹം രാഗമഞ്ജരി എന്നുള്ള ഗോപിയാണ്. നമ്മുടെ ഗോസ്വാമിയാർ എല്ലാവരും ഗോപിയാണ്. നമ്മൾ ഗുരുപരമ്പരക്കാർക്ക് എല്ലാവരും ഗോപിമാരാണ്. അതെല്ലാം അത്രയും ഉന്നതമായിട്ടുള്ള പരമ്പരയിലത്തെ ആൾക്കാരെ നമ്മൾ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഇവരുടെ എല്ലാം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം തോന്നും. ഇവരുടെ എത്രയോ പരമഭക്തന്മാരാണ്, കറകളഞ്ഞ ഭക്തന്മാരാണ്. അവരെ പറ്റി പറയുമ്പോൾ, അവരെ പറ്റി കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഭക്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അതിനാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ കനിവാനം നമുക്ക് പഠിക്കാൻ പറ്റി. ശിലാ പ്രഭാതന്റെ കനിവ് കൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഇത് സുഹൃതമായിട്ട് നമ്മൾ കണക്കാക്കി അതിനെ മാക്സിമം അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരി ബോൾ. ഹരേ കൃഷ്ണ.